ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കുഞ്ഞു കൃഷിത്തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുന്ന ദിവസമാണ്. എൻ്റെ കെട്ടിയൻ്റെ പയറൊക്കെ മുറിച്ചെടുക്കുന്നു. കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലത്തെ വലിയ പയറാണ്. ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. പുള്ളിക്കാരൻ അപ്പോഴത്തേക്ക് കുറേയൊക്കെ പറിച്ചു കഴിഞ്ഞു. അതേ കയ്യിലിരിക്കുന്നുണ്ടോ. ഇതിനകത്ത് ആക്ച്വലി മുന്തിരിയുണ്ട്, പിന്നെ കുറച്ച് പയറും ഉണ്ട്. പുള്ളിക്കാരൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരിക്കുള്ള പരിശ്രമമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇതിന് മുമ്പ് ഇതുപോലെ കുറച്ച് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കണം. ഞങ്ങൾക്ക് ചെറിയൊരു സ്ഥലമാണ്. ആ ഒരു കുഞ്ഞു സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ പയർ. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ മുന്തിരിയും വളരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മുന്തിരിക്കൊലകൾ നിൽക്കുന്നു. ഇത് ശരിക്കൊരു ചെടിച്ചട്ടിക്കകത്താണ് വെച്ചെടുത്തേക്കുന്നത്. നമ്മുടെ ഒത്തിരി സ്ഥലമൊന്നുമില്ല, പിന്നെ നമ്മുടെ ഒത്തിരി വലിയ ചിലവും ഇല്ല. ചിലവ് കുറച്ചുകൊണ്ട് നമ്മുടെ ഒരു കൃഷി അതിശയ ആവശ്യത്തിന് നമുക്ക് കിട്ടും കേട്ടോ, വീട്ടിലേക്കുള്ളത് ഉണ്ടാക്കാൻ. ഇത് ഞങ്ങളുടെ പാവയ്ക്ക, കണ്ടില്ലേ. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വിളവെടുപ്പാണ്. ഇത് പാവയ്ക്കയുടെ ആദ്യത്തെ ഞങ്ങളെടുത്ത് ഞങ്ങളും വെച്ചു. ഇവിടെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തു. വേണമെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യാം പയർ. ഇതിന് കുറച്ചും കൂടി മൂപ്പാവാനുണ്ട്. ഇത് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ, പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറെ പയറുണ്ട്, ആണ് ചെറിയ പയർ, തടപ്പയർ എന്ന് പറയും. ഹലോ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ്. കുറെ പാവയ്ക്ക. ഇത് നമ്മുടെ ഇവിടുത്തെ അമേരിക്കൻ മുളകാണ് കേട്ടോ. നമുക്ക് ഈ മുളക് ബജിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു മുളക്. ഇത് കുറച്ച് കുഞ്ഞു തക്കാളി. ഇത് ഇവിടെ സാലഡിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ കുറേ വെണ്ടയ്ക്ക, ഞങ്ങളുടെ വലിയ തക്കാളി. ഇത് ചെറിയ നമ്മുടെ തടപ്പയർ. ഇത് ഞങ്ങളുടെ മുളക്. ഞങ്ങളിത് മുളക് വെച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങൾക്ക് മുളകുണ്ട് കേട്ടോ. ഞങ്ങൾ അതിനുശേഷം അങ്ങനെ വലിയ മുളക് വാങ്ങിച്ചിട്ടില്ല. തണുപ്പ് ഒഴിച്ചത് ബാക്കി സമയങ്ങളിലൊന്നും. ഇത് നമ്മുടെ ബാക്കി നാട്ടിലെ വലിയ പയർ കണ്ടോ. ഇത് നമ്മൾ ഒരു മരുന്നൊന്നും അടിക്കാതെ ജൈവ കൃഷിയും കൊണ്ട് മാത്രം ചെയ്തെടുത്തത്.